ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷയിൽ ആയിരിക്കുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരവസരം കൂടി തന്നതോർത്ത് എൻ്റെ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുകയാണ്. വളരെ പ്രശ്നസങ്കീർണകരമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ആധുനിക ലോകം ദിശാബോധം നഷ്ടപ്പെട്ട ലോകത്തിൻ്റെ കുത്തൊഴുക്കിൽ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി നാം പരിശോധിക്കുമ്പോൾ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമ്മുടെ തലമുറകൾ, മക്കൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നാം എന്തു ചെയ്യണം? ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒന്ന് രണ്ട് ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ശുദ്ധമുള്ള ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 21, 22 തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ നാം ഇങ്ങനെ ഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്, ഹാനോക്ക്. നാം അവിടെ ഇങ്ങനെയാണ് വായിച്ച് കേൾക്കുന്നത്: ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലേഖിനെ ജനിപ്പിച്ചു. മെഥൂശലേഖിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു. പിന്നെ ദൈവം അവനെ എടുത്തതിനാൽ അവനെ കാണാതെയായി. ദൈവമക്കളെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഹാനോക്ക് ജന്മം നൽകിയ മെഥൂശലേഖ്, ഈ വിശുദ്ധ വേദപുസ്തകം ആദ്യ അവസാനം പരിശോധിക്കുമ്പോൾ വേറൊരു വ്യക്തിക്ക് ലഭിക്കാത്ത ഭാഗ്യം 969 വയസ്സോളം ദീർഘായുസ്സോടുകൂടി മെഥൂശലഹ് ജീവിച്ചു. ഹാനോക്കിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യ മാതാപിതാക്കളായ ആദം, ഹൗവ ദമ്പതികളുടെ 7-ാം തലമുറയിലെ സന്തതിയായി ഹാനോക്കിനെ നമുക്ക് കാണുവാനായി കഴിയുന്നുണ്ട്. ദൈവമക്കളെ, ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങളായിരിക്കുന്ന പ്രിയ ദൈവജനമേ, ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട്. മാതാപിതാക്കൾ ദൈവത്തോട് ചേർന്ന് നടന്നാൽ ആ തലമുറകളെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ മധ്യേ ജീവിക്കുകയാണ്. ഇന്ന് അനേക യുവതി യുവാക്കൾ ഈ ദൈവത്തെ അറിഞ്ഞ് ദൈവിക ശുശ്രൂഷയ്ക്ക് ചുമലുകൊടുത്ത് അനേക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സുവിശേഷീകരണത്തിന് മുന്നിൽ നിന്ന് പോരാടുന്ന ഒരു കാലഘട്ടത്തിന് മധ്യയാണ് ജീവിക്കുന്നത്. അവരുടെ പിന്നാമ്പുറങ്ങളിലേക്ക് ഇറങ്ങി ചിന്തിക്കുമ്പോൾ അതേ ഹാനോക്കിനെ പോലെ ആ മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് ജീവിച്ച അനുഭവം നമുക്ക് കാണുവാനായി കഴിയും. ദൈവമക്കളെയും, ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് ജീവിച്ചു. അവൻ്റെ മകനായ മെഥൂശലേഖ് 969 സംവത്സരം ഈ ഭൂമിയിൽ ഏറ്റവും ആയുസ്ദൈർഘ്യത്തോടെ ജീവിച്ചു. വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നീ ഭൂമിയിൽ ദീർഘായുസ്സോടുകൂടി ഇരിപ്പാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ദൈവത്തിൻ്റെ കൽപ്പനയാണ് അത്. 10 കൽപ്പനകളിൽ ദൈവം പ്രതിഫലം നൽകിയാണ്. നിന്റെ അപ്പനെയും അമ്മയും നീ അനുസരിക്കുമ്പോൾ ദൈവ പൈതലേ, കുഞ്ഞേ, നിനക്ക് ഭൂമിയിൽ ദീർഘായുസ് ലഭ്യമാകും. ഇന്ന് വേദനയോടെ പറയട്ടെ, തിമോത്തിയോസിന് ഭാഗ്യവാനായ പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു: അന്ത്യകാലത്ത് ദുർഘടസന്ധികൾ കടന്നു വരും.
അമ്മിയപ്പന്മാരെ അനുസരിക്കാത്ത ഭക്തി കെട്ട ഒരു തലമുറ. ഇന്ന് അനേക മാതാപിതാക്കൾ ജന്മം നൽകിയ കുഞ്ഞുങ്ങളാൽ തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്നതും ഓൾഡ് ഏജ് ഹോമിലേക്കും അനാഥശാലകളിലേക്കും അതേ നമ്മുടെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ തള്ളിവിടുന്ന ഒരു അനുഭവം വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. എന്നാൽ വിനയത്തോടെ പറയട്ടെ, നിന്റെ മകന് മകൾക്ക് ഈ ദൈവത്തെ നീ കൊടുത്തിരുന്നുവെങ്കിൽ ഒരിക്കലും നിനക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. വിശ്വാസികളുടെ പിതാവായ അബ്രാഹാമിൻ്റെ ജീവിതം നമുക്കൊന്ന് പരിശോധിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 8 തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ 9 തിരുവെഴുത്തുകളിൽ ഭാഗ്യവാനായ പൗലോസ് ഇങ്ങനെ പറയുകയാണ്: വിശ്വാസത്താൽ അബ്രാഹാം, ദൈവം വിളിച്ച അബ്രാഹാം വാഗ്ദത്ത നാട്ടിലേക്ക് വിളിച്ച വിളി അനുസരിച്ചു. ദൈവകൃപയ്ക്ക് കൂട്ടവകാശിയായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടി കൂടാരങ്ങളിൽ പാർത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള ദൈവഭവനത്തിനായി കാത്തിരുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം പരിശോധിക്കുമ്പോൾ കൽദയ പട്ടണമായ ഊർദേശത്തു നിന്ന് ബഹുദൈവ ആരാധന മധ്യത്തിൽ നിന്നും ദൈവം അബ്രാമിനെ പേർ ചൊല്ലി വിളിക്കുകയാണ്: അബ്രാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പോകുക. അവിടെ 3 കാര്യങ്ങൾ നാം ഇങ്ങനെ കാണുന്നു. ദൈവം അവനോട് പറയുന്നത്: നിന്റെ പിതൃഭവനത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ ദേശത്തെയും നീ ഉപേക്ഷിച്ച് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. വിശ്വാസത്താൽ അബ്രാഹാം അതേ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് യാത്ര പുറപ്പെടുകയാണ്. അബ്രാഹാമിൻ്റെ യാത്രയിൽ സഹോദരപുത്രനായ ലോത്ത് കൂടെ സഞ്ചരിക്കുന്ന നമുക്ക് കാണുവാനായി കഴിയും. യാത്ര മുന്നോട്ട് പോകുമ്പോൾ പോയ വഴിയിൽ ദൈവം കൂടിയിരുന്ന് തൻ്റെ പ്രിയ മക്കളെ അനുഗ്രഹിക്കുന്നത് കാണുവാനായി കഴിയുന്നു. സമ്പത്തുകൾ വർദ്ധിച്ചു, മൃഗസമ്പത്തുകളുടെ എണ്ണം വർദ്ധിച്ചു. ഈ സമ്പത്തും ധനവും വർദ്ധിച്ചപ്പോൾ ഇടയന്മാർ തമ്മിൽ കലഹങ്ങൾ കടന്നു വരെ നമുക്ക് കാണുവാനായി കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 8-9 തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ അബ്രാം തൻ്റെ സഹോദരനായ ലോത്തിനെ വിളിച്ചിട്ട് പറയാണ്: ലോത്തേ, എൻ്റെ ഇടയന്മാരും നിന്റെ ഇടയന്മാരും തമ്മിൽ പിണക്കമുണ്ടാകരുതേ. നാം സഹോദരങ്ങളല്ലയോ? ദേശമെല്ലാം നിന്റെ മുമ്പാകില്ലയോ? ദൈവത്തിന് സ്തോത്രം. എത്ര ശ്രേഷ്ഠമായിരിക്കുന്ന ആ സഹോദരങ്ങൾ തമ്മിലുള്ള വൈകാരിക ബന്ധവും ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിലുള്ളതായ ഒരു പോംവഴിയും. അബ്രാം പറയുക: ലോത്തേ, നീ ഇടത്തോട്ട് പോകുന്നുവെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം. ആമേൻ. നീ വലത്തോട്ടാണ് പോകുന്നതെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോകാം. ദൈവമക്കളെ, അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നമുക്കിങ്ങനെ കാണുവാൻ കഴിയും. ലോത്തിന് വളരെ ഇഷ്ടപ്പെട്ടു, ലോത്തിൻ്റെ ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെട്ടു. നോക്കുമ്പോൾ നീരോട്ടമുള്ള യോർദാൻ്റെ സമതല പ്രദേശമാണ്. ആടുമാടുകൾക്ക് ഭക്ഷിക്കുവാനും കുടിക്കുവാനും ധാരാളം വെള്ളം, ഒത്തിരി അനുകൂലമായ കാലാവസ്ഥ. ലോത്ത് അബ്രാമിനോട് പറഞ്ഞു: ഇതാ, ഞാൻ ഈ യോർദാൻ്റെ ഈ നീരോട്ടമുള്ള ഈ സ്ഥലം ഞാനത് തിരഞ്ഞെടുത്തു കൊള്ളാം. അബ്രാഹാമിന് മുഖഭാവം മാറിയില്ല, മുഖം വാടിയില്ല. അവൻ പറഞ്ഞു: സഹോദര, അങ്ങനെ തന്നെ. പക്ഷേ ഓർക്കണം, സോദോം ഹോമോറയും ആ പാപഭംഗിലമായിരിക്കുന്ന പട്ടണം കൂടി ഉൾക്കൊണ്ടതാണ് ലോത്ത് തിരഞ്ഞെടുത്ത സ്ഥലം. എന്നാൽ അബ്രാഹാം അവൻ മുന്നോട്ട് പ്രയാണം ചെയ്യുമ്പോൾ അബ്രാഹാമിൻ്റെ ദൈവം വീണ്ടും പേർ ചൊല്ലി വിളിക്കുകയാണ്: അബ്രാമേ, നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിന്റെ ദൃഷ്ടി നീ മുകളിലേക്ക് ഉയർത്തുക. നീ കിഴക്കോട്ടും പടിഞ്ഞാട്ടോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക.
നീ നോക്കുന്ന ദൃഷ്ടി വയ്ക്കുന്ന സ്ഥലം മുഴുവനും ഞാൻ നിനക്ക് തരും. ദൈവത്തിന് സ്തോത്രം. ഈ കാലഘട്ടത്തിൽ ദൈവമക്കളെ, സഹോദരങ്ങൾ തമ്മിൽ ഒരു തുണ്ട് ഭൂമിക്കും സമ്പത്തിനും ധനത്തിനും വേണ്ടി ഉടപ്പറപ്പുകൾ തമ്മിൽ തല്ലിച്ചതയ്ക്കുന്ന, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അധികാരങ്ങൾക്ക് വേണ്ടി, ചില ആശയങ്ങൾക്ക് വേണ്ടി തമ്മിത്തല്ലുകയും സഹോദരന്മാരെ നിഷ്കരണം ക്രൂരമായി പുറത്തേക്ക് വലിച്ചെറിയുന്ന കാഴ്ചകൾ പെരുകിയൊരു കാലഘട്ടത്തിൻ്റെ മധ്യയല്ലേ ഞാനും നിങ്ങളും ജീവിക്കുന്നത്? എന്നാൽ ഒരു കാര്യം സ്നേഹത്തോടെ പറയട്ടെ, അവകാശിയുടെ മുതൽ അവകാശിക്കുള്ളതാണ്. ദൈവമക്കളെ, അതൊരിക്കലും അന്യാധീനമായി നമ്മുടെ കരങ്ങളിലേക്ക് വന്നെത്തുവാനിടവരരുത്. ലോത്ത് ചിന്തിച്ചു, യോർദാന്റെ പ്രദേശം നീരോട്ടമുള്ളത്, അതെ, അവിടുത്തെ പട്ടണങ്ങൾ മനോഹരമായത്, ഈ ലോകത്തിൽ പ്രത്യേകിച്ച് ആടുമാടുകളും മൃഗസമ്പത്തുകളുമായി ജീവിക്കുവാൻ അനുയോജ്യമായ ഇടം. എന്നാൽ ഒരു കാര്യം ദൈവജനം തിരിച്ചറിയണം, നീ തിരഞ്ഞെടുക്കേണ്ട സ്ഥലം, നീ കടന്നു പോകുന്ന വീതികൾ, നീ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ. 1 സംഗീതം ദാവീദ് പറഞ്ഞു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപിയുടെ വഴി നിൽക്കരുത്, പരിഹാസി ഇരിപ്പിടത്തിലിരിക്കരുത്. നാം അബ്രാമിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ലോത്തിനെ കുറിച്ചും ചിന്തിക്കാം. ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ദൈവമക്കളെ, അബ്രാഹാമിൻ്റെ ജീവിതത്തിൻ്റെ ചില ശ്രേഷ്ഠതകൾ ഞാനും നിങ്ങളും തിരിച്ചറിയണം. കേയോലായോമോ രാജാവ് വന്ന് ഈ ലോത്തിനുള്ളതും അവൻ്റെ സമ്പത്തും അവൻ്റെ ഭാര്യയും മക്കളെല്ലാം കൊള്ളയടിച്ചു കൊണ്ടുപോയി. സോദോം രാജാവിൻ്റെയും ശാലേം രാജാവിൻ്റെയും എല്ലാം കൊള്ളയടിച്ചു പോകുമ്പോൾ 312 അഭ്യാസികളുമായി അബ്രാഹാം തൻ്റെ സഹോദരനെ കൊള്ളയടിച്ചു കൊണ്ടുപോയി രാജാവിനെ പിന്തുടർന്ന് ആ രാജാവിനെ തോൽപ്പിച്ച് തിരിച്ചു വരുമ്പോൾ സോദോം രാജാവ് പറയുന്നുണ്ട്, ഇത് മുഴുവനും നിനക്ക് അറിയിക്കുന്നതാണ്. എന്നാൽ അബ്രാഹാം ഒരു വാക്ക് പറഞ്ഞു, നിന്റെ ഒരു ചെരുപ്പിൻ്റെ വാറ് പോലും എനിക്ക് ആവശ്യമില്ല, നീ എന്നെ സമ്പന്നനാക്കി എന്ന് പറയാനിട വരരുത്. അതോടൊപ്പം തന്നെ സർവത്തിലും ശാലേം രാജാവായ മൽക്കീസദേക്കിന് മുമ്പിൽ ആമീൻ ദശാംശം വഴിപാടർപ്പിക്കുന്ന ഒരു അബ്രാഹാമിനെ കാണുവാൻ കഴിയും. ഞാൻ ചിന്തിച്ച വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. എന്തുകൊണ്ടാണ് തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്നത്? അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അവൻ പോയ വഴിയിലെല്ലാം യഹോവയ്ക്ക് ബലിപീഠങ്ങൾ, യാഗപീഠം പണിതു, യഹോവയ്ക്ക് ബലിയർപ്പിക്കാൻ നമുക്ക് കാണുവാൻ കഴിയും. ഒരിക്കൽ തൻ്റെ മകൻ 100-ാമത്തെ വയസ്സിൽ ദൈവം കനിഞ്ഞനുഗ്രഹിച്ച തൻ്റെ മകൻ ഇസ്ഹാക്കുമായി മോറിയ മലയിലേക്ക് യാഗമർപ്പിക്കുവാൻ കടന്നു പോകുമ്പോൾ അബ്രാഹാമിനോട് കുഞ്ഞിസ്ഹാക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പൻ്റെ കൂടെ പല പ്രാവശ്യം യാഗപീഠങ്ങൾ പണിയുകയും ശൈശവത്തിൽ തന്നെ അപ്പൻ ബലി അർപ്പിക്കുന്നതും കണ്ട കൊച്ചിസ്ഹാക്ക് ചോദിച്ചു, അപ്പാ, യാഗത്തിന് തീയും വിറകുമുണ്ട്. ഇസ്ഹാക്കിൻ്റെ തോളിലേക്കാണ് അബ്രാം യാഗത്തിനുള്ള വിറക് എടുത്തു വെച്ച് കൊടുത്തത്. അതൊരു മുൻകുറിയാണ്. ഗോകുൽത്തയിലേക്ക് പരമയാഗമായി കടന്നുപോയി യേശുവിൻ്റെ ക്രൂശിന്മേൽ ആ കുരിശ് അതിനെ ദൃഷ്ടാന്തമായി പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. അബ്രാഹാമിൻ്റെ കയ്യിൽ കത്തിയുണ്ട്, തീയുണ്ട്. കൊച്ചിസ്ഹാക്ക് ഒരു ചോദ്യം, ചങ്ക് പിളർക്കുന്നൊരു ചോദ്യം ചോദിക്കുകയാണ്, അപ്പാ, യാഗത്തിനുള്ള വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ദൈവമക്കളെ, ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 6, 7, 8 തിരുവെഴുത്തുകൾ പരിശോധിക്കുമ്പോൾ ദൈവം തനിക്ക് ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രാഹാം കൊടുക്കുന്ന മറുപടി നമുക്കറിയാം. മോറിയ മലയുടെ ദിവ്യമായിരിക്കുന്ന അനുഭവത്തിൽ ആ മലയുടെ മണ്ടിൽ ആ സത്യമപ്പൻ പറഞ്ഞു, മോനെ, യഹോവയായ ദൈവം, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ മകനായി നിന്നെയാണ് ബലിയർപ്പിക്കുവാൻ പറഞ്ഞത്. നാം അവിടെ എങ്ങനെ നമുക്ക് കാണുവാൻ കഴിയും, ദർശിക്കുവാൻ കഴിയും?
യാതൊരു വിഘ്നവും കൂടാതെ അപ്പൻ്റെ മുമ്പിൽ കൈകാലുകൾ ചേർത്ത് പിണയ്ക്കുന്ന ഇസഹാക്ക് യാഗപീഠം ഒരുക്കി വിറകടക്കി കുഞ്ഞിസഹാക്കിൻ്റെ കൈകാലുകൾ ബന്ധിച്ചു. വെട്ടുവാനായി അതേ വിശ്വാസവരനായിരിക്കുന്ന അബ്രഹാം തൻ്റെ ദൈവത്തിന് വേണ്ടി തനിക്ക് ഏറ്റവും സ്നേഹിക്കുന്ന, തന്നെ ഏറ്റവും മൂല്യം കൽപ്പിക്കുന്ന മകനെ നൽകുവാനായി വാളുയർത്തുമ്പോൾ അബ്രാഹാമേ ബാലൻ്റെ മേൽ കൈവെക്കരുത്. പെട്ടെന്നൊരു ആടിൻ്റെ കരച്ചിലിന്റെ ശബ്ദം. അബ്രഹാം തിരിഞ്ഞു നോക്കുമ്പോൾ ഇതാ കാട്ടുകൊമ്പുകളുടെ ഇടയിൽ, അതേ കൊമ്പുകൾ പിണഞ്ഞ വള്ളികളുടെ ഇടയിൽ കൊമ്പ് പിടഞ്ഞ ആട്ടുകൊറ്റനെ കണ്ടു. അതേ അബ്രഹാം ഇസ്ഹാക്കിന്റെ ബന്ധനങ്ങളെ അഴിച്ചു. അപ്പനും മോനും സത്യദൈവത്തിന് ആട്ടുകൊറ്റനെ ഹോമയാഗമർപ്പിച്ചു. യഹോവ കരുതിക്കൊള്ളും മകനെ. ഇന്നെത്ര മാതാപിതാക്കൾക്ക് ഇത് പറയുവാൻ കഴിയും? നിന്റെ കുഞ്ഞ് പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ, ഒരുപക്ഷെ പരീക്ഷയ്ക്കൊരുങ്ങുമ്പോൾ, ജോലിക്കായി കടന്നു പോകുമ്പോൾ, അല്ല ജീവിതത്തിൻ്റെ വെല്ലുവിളികൾ വരുമ്പോൾ മാതാപിതാക്കൾക്ക് പറയാൻ കഴിയണം, മോനെ അത് യഹോവ കരുതിക്കൊള്ളും. ആമീൻ. ഇവിടെ ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു. ദൈവം ആ തലമുറയും മെഥൂശലഹിനെയും, പിന്നീട് നമുക്കറിയാൻ കഴിയുന്നു നോഗയെല്ലാം ആ തലമുറയിലേക്ക് പിറന്നു വീഴുകയാണ്. നോഗയ്ക്ക് ആ തലമുറയിൽ ദൈവത്തിൽ നിന്ന് കൃപ ലഭിക്കുകയും അതേ ജലപ്രളയത്തിൽ ആ കുടുംബത്തെ ദൈവം രക്ഷിക്കുന്ന നമുക്ക് പഴയ നിയമത്തിൽ കാണുവാൻ കഴിയും. അബ്രാഹാമിൻ്റെ ജീവിതത്തിൽ ഇസഹാക്കിൻ്റെ ദൈവം, അബ്രാഹാമിൻ്റെ ദൈവം, അതേ നമുക്ക് യാക്കോബിലേക്ക് വരുമ്പോൾ യാക്കോബിൻ്റെ ദൈവം നമ്മൾ പാടും. അബ്രാഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറയുവാൻ കഴിയുമോ, എൻ്റെ അപ്പൻ്റെ ദൈവം, എൻ്റെ വല്യപ്പച്ചൻ്റെ ദൈവം, എൻ്റെ അമ്മയുടെ ദൈവം എൻ്റെ ദൈവം എന്ന്? ദൈവമക്കളെ സന്ദർഭോചിതമായി പറയട്ടെ, ഹൈറേഞ്ചിൻ്റെ മലയിടുക്കിൽ ഇടുക്കി ജില്ലയിൽ വളരയിൽ പിറന്നു വീണതാണ് ഇന്ന് നിങ്ങളോട് വചനം പങ്കുവെക്കുന്ന അച്ഛൻ. ഞങ്ങളുടെ മാതൃദൈവാലയത്തിലേക്ക് ഏകദേശം 7 കിലോമീറ്റർ അതേ നടന്നു പോകണം. യാതൊരു വാഹന സാധ്യതയുമില്ല. 19 വർഷം മുമ്പ് ഹൈറേഞ്ചിൻ്റെ ഇരുളടഞ്ഞ അനുഭവത്തിൽ ദൈവമക്കളെ പള്ളിയിലെ വികാരി അച്ഛൻ വരുന്നതിന് മുമ്പ് ഒക്കത്ത് എന്നെ ചേർത്ത് നിർത്തി എൻ്റെ കുഞ്ഞ് സഹോദരിയെ റോഡിലൂടെ നടത്തി 7 കിലോമീറ്റർ ദൂരെയുള്ള മാതൃദൈവാലയത്തിലേക്ക് എൻ്റെ അമ്മിച്ച് കൊണ്ടുപോകുന്ന അനുഭവം ഞാൻ ഓർക്കുക. ചോർന്നൊരിക്കുന്ന വക്യോക്കൂരുടെ അനുഭവത്തിൽ എൻ്റെ അമ്മയുടെ അപ്പച്ചൻ, എൻ്റെ വെല്ലുപ്പച്ചൻ, ദൈവഭക്തനായിരിക്കുന്ന ആ പ്രിയ പിതാവ് അതേ ചോർന്നൊരിക്കുന്ന വക്യോക്കൂരുടെ അനുഭവത്തിൽ 1, 2, 3, 4 മാസം കൂടുമ്പോൾ ഭവനത്തിൽ കടന്നു വരും. അന്ന് എനിക്ക് 4 വയസ്സുള്ളൂ. ദൈവമക്കളെ, ആ വെല്ലുപ്പച്ചൻ എന്നെ ചേർത്തിരുത്തി വിശുദ്ധ വേദ പുസ്തകം തുറന്ന് എന്നെ ചൊല്ലിത്തന്ന് പഠിപ്പിച്ചത് 139 സങ്കീർത്തനം. യഹോവേ, നീ എന്നെ ശോധന അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്ന എഴുന്നേൽക്കുന്ന അറിയുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ നിരൂപണമൊക്കെ നീ അറിയുന്നു. നിൻ്റെ ആത്മാവിനൊളിച്ച് ഞാൻ എവിടേക്കോടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ അവിടെയുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയുണ്ട്, ഉഷസിൻ ചെറുധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും എന്നെ കരുന്നൊരു ദൈവം. 4 വയസ്സിൽ ഹൃദയത്തിൻ്റെ മാംസപലകയിൽ കോറിയിട്ട ദൈവത്തിൻ്റെ വചനം. ദൈവമക്കളെന്നും പതറാതെ ഈ പുസ്തകന്മാരോട് ചേർത്ത് ഭാരത ഗ്രാമങ്ങളിൽ ഒരിക്കലും യേശുവിനെ അറിയാത്ത ജാതികളിടയിൽ ഈ ശുശ്രൂഷ നിൽപ്പാൻ ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ ബുദ്ധിയും അവരുടെ വിദ്യാഭ്യാസവും അവർക്കെല്ലാം നൽകുന്ന മാതാപിതാക്കളെ നമ്മൾ. എന്നാൽ ഈ ദൈവം തമ്പുരാനെ കൊടുക്കുന്നതിൽ നാം പരാജിതരായിട്ടുണ്ടോ? ക്രിസ്തീയ ഭവനങ്ങളിൽ രാവിലെയും വൈകുന്നേരവും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിരുന്ന ക്രിസ്തീയ ഭവനങ്ങൾ, ഞായറാഴ്ച അപ്പച്ചനും അമ്മച്ചിയും മക്കളും ഒത്തൊരുമിച്ച് ആരാധനയ്ക്ക് കടന്നു പോകുന്നൊരനുഭവം ഇതായിരുന്നു. അതേ നാം അബ്രാഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് അതേ ആ തലമുറ അനുഗ്രഹിക്കപ്പെടുവാൻ, ആ തലമുറകൾ ദൈവത്തോട് ചേർന്ന് ജീവിച്ചു. പൗലോസ് എബ്രായ ലേഖനത്തിലൂടെ പറഞ്ഞത്, വിശ്വാസത്താൽ അബ്രാഹാം ദൈവകൃപയ്ക്ക് കൂട്ടവകാശിയായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരത്തിൽ പാർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആ കൂടാരത്തിൽ പാർക്കുമ്പോൾ അബ്രാഹാമിനൊരു പ്രത്യാശയുണ്ട്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ട ഭവനത്തിന് വേണ്ടിയാണ് ഈ കുടുംബം കാത്തിരുന്നത്.
അതുകൊണ്ട് പൗലോസ് ഇങ്ങനെ പറയുന്നു, ഈ മൺകൂടാരം നശിച്ചു പോയാലും, ഈ ഹ്യൂമൻ ബോഡി, ഈ മർത്യാകാരം നശിച്ചാലും കൈപ്പണിയല്ലാത്തൊരു നിത്യഭവന സ്വർഗത്തിലുണ്ട്. നമുക്ക് ലാസറിൻ്റെയും ധനവാന്റെയും അനുഭവത്തിൽ അബ്രാഹാം പിതാവ് സ്വർഗത്തിലിരിക്കുന്ന അനുഭവം അവിടെ ഇസഹാക്കുണ്ട്, യാക്കോബുണ്ട്. ദൈവമക്കളെ, എന്നാൽ ഒരു കുടുംബത്തെ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ചേർത്ത് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നാം വായിച്ചു, അബ്രാഹാമിൻ്റെ കൂടെ കടന്നുപോയ ലോത്ത്. അതേ, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം പരിശോധിക്കുമ്പോൾ ഈ നീരോട്ടമുള്ള യോർദാന്റെ സമതലം, സോദോമും ഹോമോറയും നിറഞ്ഞ മ്ലേച്ഛകരമായ പട്ടണം. ആ പട്ടണത്തെക്കുറിച്ച് പറയുന്നത്, പുരുഷൻ പുരുഷനെ കാമിക്കുന്നു, സ്ത്രീ സ്ത്രീയെ വേൾക്കുന്നു, സ്വവർഗരതിയും പുരുഷകാമവും അശുദ്ധിയും നിറഞ്ഞ ഒരു പട്ടണം. അവിടെ ദൈവം അബ്രാമിനോട് പറയുന്നുണ്ട്, അബ്രാമേ, സോദോമിൻ്റെയും ഹോമോറയുടെയും പാപം നിലവിളി എൻ്റെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്നു. ഞാനതിനെ ഉന്മൂലനം ചെയ്യാൻ പോകുന്നു. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ അബ്രാമിനോട് ഞാനത് മറച്ചു വയ്ക്കത്തില്ല. എന്നാൽ ദൈവമക്കളെ, അബ്രാഹാമിൻ്റെ ജീവിതത്തിൽ ഒരു ദൈവപൈതലിൻ്റെ ജീവിതം ഓർക്കണം. ഇതൊക്കെ അന്യാധീനമായി പിടിച്ചു വെച്ചു, ഇതൊക്കെ ആർജിച്ചു, തന്നിൽ നിന്ന് പിരിഞ്ഞു പോയി എങ്കിലും തൻ്റെ പ്രിയ സഹോദരന് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് കരയുന്ന ഒരു അബ്രാഹാമിനെ കാണുവാൻ കഴിയും. അബ്രാഹാം ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. അബ്രാഹാം ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഞാൻ നിന്നോട് യാചിക്കുകയാണ്, 50 വിശുദ്ധന്മാർ ആ പട്ടണത്തിലുണ്ടെങ്കിൽ അവരെ പ്രതി നീ അവരെ നശിപ്പിക്കുമോ? വീണ്ടും ചോദിക്കുന്നു, 40, 20, 10. തമ്പുരാൻ പറയുന്നു, 10 വിശുദ്ധന്മാരുണ്ടെങ്കിൽ ആമേൻ, ഞാനതിനെ നശിപ്പിക്കത്തില്ല. തൻ്റെ സഹോദരന് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്ന ഒരു അബ്രാഹാമിനെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവപൈതലെ, നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മെ ദ്രോഹിക്കുന്ന, നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മളോട് എതിർക്കുന്ന, നമ്മളെ വേദനപ്പെടുത്തുന്നവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് നമുക്ക് കരയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? എവിടെയെല്ലാം ഭക്തന്മാരിരുന്ന് കരഞ്ഞു, അവിടെയെല്ലാം ദൈവം ഇടപെട്ടിട്ടുണ്ട്. ഇവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്, അബ്രാഹാമിൻ്റെ കണ്ണീരും ആ പ്രാർത്ഥനയും മധ്യസ്ഥതയും ദൈവം മാനിച്ചു. തമ്പുരാൻ തൻ്റെ ദൂതന്മാരെ അതേ ലോത്തിൻ്റെ ആ പട്ടണത്തിലേക്ക് വിടുമ്പോൾ അവിടെ വേദനജനകമായൊരു കാഴ്ചയാണ് കാണുന്നത്. ആ 2 ദൂതന്മാരും പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുന്നു. ലോത്ത് പട്ടണവാതിക്കലിരിക്കുകയാണ്. ദൈവമക്കളെ, ഈ ലോകത്തിൻ്റെ മ്ലേച്ഛകരമായ കാഴ്ചകൾ, പാപം നിറഞ്ഞ ആ പട്ടണവാതിക്കലാണ് ലോത്തിരിക്കുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കേണ്ടവനല്ല, പാപിയുടെ വഴിയിൽ നിൽക്കേണ്ടവനല്ല ഞാൻ നീയും, പരിഹാസ്യപ്പെടുത്തലിരിക്കേണ്ടതല്ല ദൈവത്തിലെ ഒരു ക്രിസ്തീയ ജീവിതം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ലോകത്തിൻ്റെ മാസ്മരിക കാഴ്ച കാണുന്ന ലോത്ത് തൻ്റെ ഭവനത്തിലേക്ക് ദൈവദൂതന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ കാണുന്ന കാഴ്ചയും വേദനജനകമാണ്. ആ ദൈവ പുരുഷന്മാരെ ഭോഗിക്കുവാൻ പട്ടണം മുഴുകി വരുമ്പോഴും ലോത്ത് പറയുന്നുണ്ട്, പുരുഷന്മാർ തൊടാത്ത 2 കന്യകമാർ എനിക്കുണ്ട്, അവരോട് നിങ്ങൾ ബോധിച്ചതുപോലെ ചെയ്യുക. എന്നാൽ ദൈവമക്കളെ, ദൈവത്തിൻ്റെ രക്ഷയുടെ പദ്ധതി നോക്കണം. ഒടുവിലത്തെ നിമിഷവും ആ മ്ലേച്ഛത നിറഞ്ഞ പാപഭംഗിലമായിരിക്കുന്ന സോദോം ഗോമോറയിൽ നിന്നും ദൈവത്തിൻ്റെ ദൂതന്മാർ അവനെ പിടിച്ചു തള്ളി അവനോട് പറയുകയാണ്, ലോത്തിനെയും അവൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും അതേ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ജീവരക്ഷയ്ക്കായി ഓടിപ്പോവുക. ദൈവത്തിന് സ്തോത്രം. പുറകോട്ട് നോക്കരുത്, ഈ പട്ടണത്തിൽ എങ്ങും നീ നിൽക്കരുത്. ദൈവമക്കളെ, ഉൽപ്പത്തി 19-17 നിങ്ങൾ പരിശോധിക്കണമേ. അവിടെ എങ്ങനെയാണ് കാണുന്നത്? ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോകുക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്ത് എങ്ങും നിൽക്കരുത്, നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോകുക. ഇന്ന് വചനം ശ്രവിക്കുന്ന ദൈവ പൈതലേ, ഈ പാപഭംഗിലമായ ലോകത്തിൽ ഇന്ന് ഈ വചനം ശ്രമിക്കുമ്പോഴും ഈ പറ്റുമാനങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഈ പറ്റുമാനങ്ങൾ നാം വിട്ടോടിയേ മതിയാകൂ. ജീവരക്ഷ കിട്ടണമെങ്കിൽ ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്ക് ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തും. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും രക്ഷിച്ച സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നിന്ന്. ദാവീദ് ഒരിക്കൽ കൂടി പറയുന്നു, മാൻ നീർത്തോടുകളിലേക്ക് ഒരിറ്റു ദാഹജലത്തിന് വേണ്ടി കൊതിയോടെ പോകുന്നത് പോലെ എൻ്റെ ആത്മാവിൻ്റെ ദൈവത്തോട് പറ്റിച്ചേരുവാൻ കൊതിക്കുന്നു. ഇന്ന് എത്ര ദൈവമക്കൾക്ക് ആരാധന അനുഭവത്തിൽ, പ്രാർത്ഥനയുടെ അനുഭവത്തിൽ ഈ ഒരു അനുഭവം ഉണ്ട് കുഞ്ഞുങ്ങളെ. പറയട്ടെ, ഇവിടെയും നാം ഇങ്ങനെ കാണുന്നത് ദൈവം ഒരുക്കിയ രക്ഷ അതേ ലോത്തിൻ്റെ ഭാര്യ അതേ ഗണ്യമാക്കാതെ പോകുന്നു. അവൾ ഇതാ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. അവൾ ഉപ്പുതൂണായി അതേ ആ സ്ത്രീ നശിക്കുക. തീർന്നില്ല കുഞ്ഞുങ്ങളെ, കുടുംബത്തിൻ്റെ വിളക്കായി നിൽക്കേണ്ട അമ്മ
പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലേക്ക് പോയപ്പോൾ ആ കുടുംബം നശിച്ചു പോകുന്ന അനുഭവം. അവർ വീണ്ടും ഓടി ഒരു ഗുഹയിലേക്ക് ചെല്ലുമ്പോൾ ലോത്തിന്റെ 2 പെൺകുഞ്ഞുങ്ങളും പറയുകയാണ്, ഇനി ആരും ഈ ലോകത്തിലൊരു പുരുഷന്മാർ നമ്മുടെ അടുക്കൽ വരത്തില്ല, നമ്മുടെ അപ്പനിൽ നിന്ന് നമുക്ക് സന്തതി ജനിപ്പിക്കണം. ആമീൻ. അവർ അപ്പനെ മദ്യം കുടിപ്പിച്ചു. തലേ രാത്രിയിൽ ജ്യേഷ്ഠത്തി അപ്പനോടുകൂടെ കിടക്കറ പങ്കിട്ടു. അവൾ അവിഹിതമായി ഗർഭം ധരിക്കുകയാണ്. പിറ്റേ ദിവസം ഇളയവളും അപ്പനോടുകൂടെ ശയിച്ചു. ഇങ്ങനെ അപ്പനെ മദ്യത്തിന്റെ ലഹരിയിലാക്കി ലോത്തിന്റെ 2 പെൺകുഞ്ഞുങ്ങളും അപ്പനോട് ഇടപഴകി ജീവിച്ച 2 പേരും ഗർഭവതികളായി 2 ശാപഗ്രസ്തമായ തലമുറകളെ പ്രസവിക്കുകയാണ്. ഒന്ന് അമോന്യരും, അതേ നമുക്ക് രണ്ടാമതും മോവാബ്യരും. ദൈവമക്കളെ പറയട്ടെ, ഇവിടെ അബ്രാഹാം ദൈവത്തോട് ചേർന്ന് നടന്നു. ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു. ലോത്തേ, നീയും നിന്റെ കുടുംബം നിന്റെ ഭാര്യയും ഈ ലോകത്തിന് അനുരൂപമായി ചേർന്ന് നടന്നു. ഒടുക്കിൽ പറയട്ടെ, ആ കുടുംബം നശിച്ചു പോകുന്ന അനുഭവം, 2 ശാപഗ്രസ്തമായ തലമുറ. എന്നാൽ ഒരു കാര്യം കൂടി വിനയത്തോടെ പറയട്ടെ, ആ മോവാബ്യ കുടുംബത്തിലാണ് അതേ രൂത്ത് പിറന്നു വീഴുന്നതും എൻ്റെ കർത്താവിൻ്റെ മുതുമുത്തശ്ശിയായി തീരുന്നതും. യേശു പറഞ്ഞു, ഞാൻ നീതിമാന്മാരെ തേടി വന്നതല്ല, ഞാൻ പാപിയെ തേടി വന്നു. ഇന്ന് ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും നൈമിഷികമായ സുഖങ്ങളിലേക്കും സുഖഭോഗങ്ങളിലേക്കും പോയി കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കൊടുക്കാതെ ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയമായി ജീവിച്ച ഏതെങ്കിലും വ്യക്തി ജീവിതമുണ്ടെങ്കിൽ ഇന്ന് നീ ഒരു കാര്യം, ഈ രാത്രി നമുക്ക് നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ചേർത്തടയ്ക്കാം. നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും നിത്യനുമാകുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ വചന ശുശ്രൂഷ ശ്രവിക്കുന്ന എൻ്റെ പ്രിയ അനുഗ്രഹീതരായ മാതാപിതാക്കൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവേ, എന്തുകൊണ്ടാണ് തലമുറ നശിച്ചു പോകുന്നത്? നീ 2-3 ഉദാഹരണങ്ങളോട് ഞങ്ങളെ കാണിച്ചു. ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടന്നു. ആമേൻ. ആ തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. അബ്രാമേ, ദൈവകൃപയ്ക്ക് കൂട്ടവകാശിയായി ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ ഒരു കൂടാരവാസിയായി ദൈവം ശില്പിയായി നിർമ്മിച്ചു അടിസ്ഥാനമുള്ളതായിരിക്കുന്ന പട്ടണത്തിനായി അവിടുന്ന് കാത്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ദൈവമേ, വരുവാനിരിക്കുന്ന ലോകത്തിലൊരു പുതിയ ജീവനുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചങ്കിലെ ചോരി ഊറ്റിയ തമ്പുരാൻ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങൾ ഒരു നാളും അനാഥരായി വിടുകയില്ല. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനം ഒരുക്കുവാൻ കടന്നു പോകുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു കൈ ചൂണ്ടി ഞങ്ങളുടെ മക്കൾക്കൊരു മാതൃകയായി ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങൾ കൃപ തരണമേ. ഈ വചന കേൾവി അതിനുപകരിക്കണമേ. ഈ വചനം കേട്ട മക്കളുമേൽ നിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ. നീ നീതിമാന്മാരെ തേടി വന്ന ദൈവമല്ലല്ലോ അപ്പച്ച, നീ പാപിയെ തേടി വന്നതാണ്. 99 ഇട്ടിട്ട് കാണാതെ പോയി നിന്നെ തേടി വന്ന കർത്താവേ, കുഞ്ഞുങ്ങൾക്കൊരു മടങ്ങി വരകിന് അവസരം കൊടുക്കണമേ. അബ്രാഹാമിൻ്റെ കുടുംബത്തെ പോലെ, അതേ ഹാനോക്ക് ദൈവത്തോട് ചേർന്നിരുന്ന പോലെ ദൈവത്തോടും കൃപ തരണമേ. ലോത്തിന്റെ കുടുംബത്തെ പോലെ ഞങ്ങളുടെ തലമുറ നശിച്ചു പോകാനുള്ള വരരുത്. എല്ലാ മൗത്വം മറക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തു മുഖേന താഴ്മയായി ചോദിക്കുമ്പോൾ കൃപയോടെ കേട്ട് അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ.